കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എപ്സ്റ്റീൻ ഫയൽസ്. 1,80,000 ഫോട്ടോസ്, 30 ലക്ഷം ഡോക്യുമെൻറ്റ്സ്, 20,000-ലേറെ വീഡിയോസ് ഉൾപ്പെടുന്ന എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നപ്പോൾ നമുക്കൊന്നും വിചാരിക്കാൻ സാധിക്കാത്ത പലരും ആ ഒരു എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കാണാൻ സാധിച്ചു. എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? ഇതിൻ്റെ കേന്ദ്രബിന്ദുവായ ജെഫ്രി എപ്സ്റ്റീൻ ആരാണ്? വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. 2005 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരച്ഛനും ഒരു അമ്മയും ഒരു മകളും കൂടി പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. ആ മകളുടെ പ്രായമെന്ന് പറയുന്നത് 14 വയസ്സായിരുന്നു. അങ്ങനെ അവർ പോലീസിൽ ഒരു പരാതി നൽകാൻ എത്തിയതായിരുന്നു. ആ പരാതി എന്താണെന്ന് വെച്ചാൽ, ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യവസായി തൻ്റെ മകളെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നതായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ മകളെ ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ പോലീസുകാർക്ക് അറിയാൻ സാധിച്ചത്, ആ പെൺകുട്ടിയെപ്പോലെ തന്നെ 36ഓളം പെൺകുട്ടികളെ ജെഫ്രി എപ്സ്റ്റീൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നതായിരുന്നു. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചതെന്ന് പോലീസുകാർക്ക് അറിയാൻ സാധിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ അധ്യാപകനാകുന്ന ജെഫ്രി എപ്സ്റ്റീൻ കുറച്ചു കാലം അവിടെ പഠിപ്പിക്കുകയാണ്. പക്ഷേ കുട്ടികളുള്ള മോശം പെരുമാറ്റത്താൽ ആ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. പിന്നീട് അയാൾ തിരഞ്ഞെടുത്തത് ബാങ്കിങ് മേഖലയായിരുന്നു. ഈ ബാങ്കിങ് മേഖലയിലെ ഫിനാൻഷ്യൽ അഡ്വൈസറാണ് അയാൾ തിരഞ്ഞെടുത്തതും അയാൾ ജോലി നോക്കുന്നതും. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതിസമ്പന്നരുടെ കണക്കുകൾ നോക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ അഡ്വൈസ് നൽകുന്ന ഒരു സ്വന്തം കമ്പനി സ്വന്തം പേരിൽ ആരംഭിക്കുകയാണ്. അതോടുകൂടി അയാൾക്ക് ഉന്നതരായിട്ടുള്ള പല ബന്ധങ്ങളും വളരുകയാണ്. അതായത് രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ഉന്നത തലത്തിലുള്ളവരുമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കുകയാണ് അയാൾ. അതുവഴി അയാൾ അമേരിക്കയിലെ ഫ്ലോറിഡയിലും ന്യൂയോർക്കിലുമുള്ള അയാളുടെ മണിമാളുകളിൽ തൻ്റെ ക്ലയൻസിന് വേണ്ടി പാർട്ടികൾ അറേഞ്ച് ചെയ്യുകയാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ, ഈ മണിമാളികളിലെല്ലാം അയാൾ CCTV സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ക്ലയൻസിന് വേണ്ടി നടത്തുന്ന പാർട്ടികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ക്ലയൻസ് എന്താവശ്യപ്പെടുന്നുവോ അത് ചെയ്തു കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നു. അങ്ങനെയാണ് ധാരാളം പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അയാൾ ഈ ഒരു ഫാം ഹൗസുകളിലൊക്കെ പീഡിപ്പിക്കുന്നതും ഈ ക്ലയൻസിന് കാഴ്ചവെക്കുന്നതും. ഏകദേശം 1000-ലേറെ കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജെഫ്രി എപ്സ്റ്റീൻ അമേരിക്കയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളാവുകയാണ്. സ്വാഭാവികമായിട്ടും ഒരാൾ പെട്ടെന്ന് വളർന്നു വരുമ്പോൾ ചുറ്റുമുള്ള വാർത്താമാധ്യമങ്ങളും പലരും ചോദ്യം ചെയ്യാൻ ആരംഭിക്കും. ഇയാൾ എങ്ങനെയാണ് വളർന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സോഴ്സ്, അയാൾ വളർന്ന രീതി എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ പല വാർത്താമാധ്യമങ്ങൾക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് ഈ ജെഫ്രി എപ്സ്റ്റീൻ എങ്ങനെ വളർന്നു, ഉന്നതരായിട്ടുള്ള അയാൾക്കുള്ള ബന്ധങ്ങളെന്ന് ജേർണലിസ്റ്റുകൾ പലരും അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. ഇതൊക്കെ അറിയുന്ന ജെഫ്രി എപ്സ്റ്റീൻ തന്നെയും തന്നെ ചുറ്റുപറ്റുള്ള ക്ലയൻസിൻ്റെയും സ്വകാര്യ ജീവിതമെല്ലാം സ്വകാര്യമായി തന്നെ തുടരാൻ വേണ്ടിയിട്ട് തൻ്റെ കാമുകയായ ഗ്ലിസറിൻ മാക്സ്വെല്ലും ചേർന്ന് 1998 വെർജിൻ ഐലാൻഡിൽ ലിറ്റിൽ സെൻറ്റ് ജെയിംസ് എന്നൊരു ദ്വീപ് വാങ്ങുകയാണ്. അവിടെ അയാൾ മണിമാളുകളും റിസോർട്ടുകളും എന്തിനു വേണ്ട തൻ്റെ ക്ലയൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവിടെ ചെയ്തു വയ്ക്കുകയാണ്. എന്തിന്? ഈ ക്ലയൻസിനെ അവിടെ കൊണ്ടുപോകാൻ, ആ ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രൈവറ്റ് ജെറ്റ് വരെ അയാൾ അറേഞ്ച് ചെയ്തു നൽകുമായിരുന്നു. അതിനിടയിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2005 ആ 14 വയസ്സുകാരുടെ മൊഴിയുടെ മേൽ ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച് FBI വിശദമായി അന്വേഷിക്കുന്നതും ഈ അമേരിക്കയിലെ ന്യൂയോർക്കിലും ഫ്ലോറിഡയിലും അയാളുടെ വീടുകളിൽ ചെന്ന് അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്തെങ്കിലും ലഭിക്കുമോ എന്ന് നോക്കുന്നു. അങ്ങനെയാണ് അവിടെ നിന്നും ധാരാളം ക്യാമറകളും ധാരാളം പെൺകുട്ടികളുടെ ഫോട്ടോസ് ലഭിക്കുന്നത്. ആ ഫോട്ടോസുകൾ ഉപയോഗിച്ച് FBI ആ ഫോട്ടോയിലുണ്ടായിരുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. വിശദമായി ചോദ്യം ചെയ്ത് ധാരാളം ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുകയും ഒടുവിൽ 2008 ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലാവുകയാണ്. 18 മാസക്കാലമാണ് ഇയാൾക്ക് വിധിച്ച ശിക്ഷാവിധിയെങ്കിൽ അയാളുടെ പിടിപാടുകൾ കാരണം 13 മാസം കൊണ്ട് പുറത്തിറങ്ങുകയാണ്. തൻ്റെ ശിക്ഷാവിധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ജെഫ്രി എപ്സ്റ്റീനെ പക്ഷേ പല വാർത്താമാധ്യമങ്ങളും പല ജേർണലിസ്റ്റുകളും വേട്ടയാടാൻ ആരംഭിക്കുകയാണ്. അയാളുടെ പീഡനത്തിനിരയായ പെൺകുട്ടികളെ കാണുകയും ജെഫ്രി എപ്സ്റ്റീനെതിരെയുള്ള മൊഴികൾ നൽകുകയും അത് റെക്കോർഡ് ചെയ്യുകയുമാണ് ജേർണലിസ്റ്റുകൾ. എങ്കിലും ജെഫ്രി എപ്സ്റ്റീൻ തനിക്ക് ഉന്നതരായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ FBIക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ജെഫ്രി എപ്സ്റ്റീൻ പഴയ പോലെ തന്നെ ഈ ഐലാൻഡിൽ തൻ്റെ ക്ലയൻസിന് വേണ്ടി നിശാപാർട്ടികൾ നടത്തുകയാണ്. കൊച്ചുകുട്ടികളെ അവർക്ക് കാഴ്ചവെക്കുകയാണ്. അത് തുടർന്നുകൊണ്ടേ പോവുകയാണ്. ഈ ക്ലയൻസിൻ്റെ എന്താവശ്യങ്ങളും ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നു. അവരുടെ ഈ ക്ലയൻസിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒടുവിൽ 2019 ജൂലൈ ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലാവുകയാണ്. കൃത്യം 1 മാസത്തിനുള്ളിൽ തന്നെ
ഈ ജെഫ്രി എപ്സ്റ്റീൻ അയാളുടെ ജയിലിലെ റൂമിൽ തൂങ്ങി മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പക്ഷേ അന്നേ ദിവസം ജെഫ്രി എപ്സ്റ്റീൻ മരിച്ച ദിവസം ആ ഒരു ജയിലിൽ അധികൃതർ ആരും ഇല്ലാതിരുന്നതും CCTV ഫുട്ടേജസ് വർക്ക് ചെയ്യാതിരുന്നതും ജനങ്ങളിൽ സംശയങ്ങൾ ഉളവാക്കുകയും ജനങ്ങൾ പ്രതിഷേധവുമായി ഈ തെരുവിലേക്ക് ഇറങ്ങുകയുമാണ്. അതിനിടയിലാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ഇലക്ഷൻ വരുന്നതും ഈ ട്രംപ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈ ഒരു അമേരിക്കൻ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ എപ്സ്റ്റീനെ കുറിച്ചുള്ള മുഴുവൻ ഫയൽസും പുറത്തു കൊണ്ടുവരുമെന്നും പ്രഖ്യാപിക്കുന്നതും. അങ്ങനെ അമേരിക്കയിലെ പ്രസിഡന്റ് ആകുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ എലോൺ മസ്ക് രംഗത്ത് വരികയാണ്. ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ഡൊണാൾഡ് ട്രംപിന് വളരെയേറെ ബന്ധമുണ്ടെന്ന് അയാൾ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒടുവിൽ 2026 ജനുവരി 30 ലക്ഷക്കണക്കിന് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഉൾപ്പെടുന്ന എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരികയാണ്. ആ ഒരു ഫയൽസിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പലരുടെയും പേരുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ട പ്രസിദ്ധമായ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രൂ രാജകുമാരൻ, ഡൊണാൾഡ് ട്രംപ്, ബിൽ ക്ലിൻ്റൺ, സ്റ്റീഫൻ ഹോക്കിങ്, എന്തിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വരെ ആ ഒരു ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഫയൽസിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം അവർ കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് കൃത്യമായ തെളിവുകളോടുകൂടി പുറത്തു വരുന്ന ഫയലുകൾ വഴി അവരെയൊക്കെ നമുക്ക് വിലയിരുത്താമെന്ന് മാത്രം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.